ഒരു ചിത്രം, രണ്ട് ചിത്രങ്ങൾ ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാനിത് എന്താണ് എന്നുള്ളത് നിങ്ങളോട് വിശദീകരിക്കാം. എന്നാലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള തീവ്രത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഏറ്റവും ആദ്യത്തെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കാണുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എക്സ് മുസ്ലിമായിട്ടുള്ള ആരിഫ് ഹുസൈൻ തെരുവോത്താണ്. ആ തെരുവോത്തിൻ്റെ തലയാണ് നിങ്ങൾ കാണുന്നത്. അടുത്തൊരു ചിത്രവും കൂടി ഞാൻ നിങ്ങളോട് കാണിക്കാം. അതായത് കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത് കാണിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഒരു ചിത്രമാണ്. ഈ ചിത്രവും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ആരിഫ് ഹുസൈൻ തെരുവോത്തിനെ കുറച്ച് ആളുകൾ ചുറ്റും നിന്ന് അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടിനും ഉപോത്ബലകമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആരിഫ് ഹുസൈൻ തെരുവോത്തിനെതിരെ കിട്ടിയിട്ടുള്ള ഒരു ഭീഷണി സന്ദേശത്തിലെ രണ്ട് ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ആരിഫ് ഹുസൈൻ തെരുവോത്ത് ഒരു എക്സ് മുസ്ലിമാണ്. ആ എക്സ് മുസ്ലിം ആണ് എന്ന് പറയുമ്പോൾ അത് ലോകത്തെല്ലാമുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് വിട്ടുപോരുന്നവരുടെ ഒരു മൂവ്മെൻ്റ് ആണ്. കൂടാതെ അദ്ദേഹം അതിനിശ്ചിതമായ കടുത്ത ഭാഷ ഉപയോഗിച്ച് മുസ്ലിം മതവിമർശനം നടത്തുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോറായിട്ടുള്ള ഐഡിയകളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി കറക്റ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടപ്പോൾ ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടേണ്ട ഒരാളാണെന്നും വലിയ തോതിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ഒരാളാണെന്നും അവിടെ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ അടക്കം അവർ കന്യകകളാണെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തുക എന്ന് പറയുന്ന രീതികൾ തുടർന്നിരുന്നു എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ തൊടുത്തുവിട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം ഏതാണ്ട് ഒരു AI വീഡിയോകളൊക്കെ ഉണ്ടാക്കി ഈ ആയത്തുള്ള അലി ഖൊമേനി മറ്റേ ഹൂറികളുടെ ഒപ്പം എത്തി എന്നൊക്കെയുള്ള ചില വാചകങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നിശ്ചിതമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിവിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ ഇക്കാലത്തെ ഒരു ഹിറ്റ്ലറാണ് ആയത്തുള്ള ഖൊമേനി എന്നുമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹം ഈ ആയത്തുള്ള ഖൊമേനി അയാളെ ഇഷ്ടമാണ്, ഈ ആയത്തുള്ള ഖൊമേനി എന്ന പോരാളിയെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് സുനിത ദേവദാസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്ക് എതിരെയൊക്കെ അദ്ദേഹം വലിയ വിമർശനങ്ങൾ തൊടുത്തുവിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ, സുനിത ദേവദാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ, അത് ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തിവിട്ടത് എന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖൊമേനി വിമർശിക്കുക മാത്രമല്ല, ആയത്തുള്ള അലി ഖൊമേനിയോട് ഒപ്പം നിൽക്കുന്ന ആളുകളെയും ഒക്കെ തന്നെ അദ്ദേഹം അതിനിശ്ചിതമായി വിമർശിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വിമർശിച്ചിരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു മെയിലിലെ 2 ഫോട്ടോസാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാചകം ഇതാണ്. വാചകം: ഡോക്ടർ ആരിഫ് ഹുസൈൻ, വി ദ ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ദ ഡെത്ത് പെനാൽറ്റി ഓൺ യു under Sharia law for insulting our great leader, the Ayatollah Ali Hussein Khomeini. Our cyber team has located your exact home address in Kerala, and our soldiers from Lucknow and Hyderabad have reached you in Kerala. Our warriors will torture and kill you in the most brutal way possible and behead you എന്നാണ്. Your head will be displayed in the public for the Kerala പബ്ലിക് ടു സ്പിറ്റ് ഓൺ എന്നുള്ളതാണ്. ഇത് ആരാണ് അയച്ചേക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു outlook.com എന്ന് പറയുന്ന ഒരു മെയിലിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഡിക്ലെയർ ചെയ്തു നിങ്ങളുടെ ഡെത്ത് പെനാൽറ്റി, നിങ്ങളുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ശരിയ ലോ പ്രകാരം. അത് ഞങ്ങളുടെ നേതാവായിട്ടുള്ള, ഞങ്ങളുടെ മഹാനായ നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയെ ഇൻസൾട്ട് ചെയ്തതിനാണ്. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞു പോകാം. മുസ്ലിം സമുദായത്തിലെ പ്രബലമായിട്ടുള്ള 2 വിഭാഗങ്ങളാണ് ഷിയയും സുന്നിയും എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ സുന്നി രാജ്യമാണ്. അതുപോലെ ഏറ്റവും വലിയ ഷിയ രാജ്യം എന്ന് പറയുന്നത് ഇറാനായിരുന്നു. അതുപോലെ ഇറാഖിലൊക്കെ ഷിയകളുണ്ട്, ഇന്ത്യയിലൊക്കെ ഷിയകളുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ലക്നൌവിലും അതുപോലെ തന്നെ ഹൈദരാബാദും ഒക്കെ ഷിയ വിഭാഗക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഷിയകളുടെയൊക്കെ തന്നെ ഒരു ആത്മീയ നേതാവായി കൂടിയാണ് ആയത്തുള്ള അലി ഖൊമേനിയെ കരുതിയിരുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തത് പറഞ്ഞേക്കുന്നത്, അവർ സൈബർ ടീം ഹാസ് ലൊക്കേറ്റഡ് യുവർ എക്സാക്ട് ഹോം അഡ്രസ് ഇൻ കേരള. നിങ്ങളുടെ കേരളത്തിലുള്ള ഹോം അഡ്രസ്സ് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ സോൾജിയേഴ്സ് ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇനി പണി തുടങ്ങിയാൽ മതി, സ്ഥലത്തൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്നാണ്. അവർ വാരിയേഴ്സ് വിൽ ടോർച്ചർ, അതായത് വലിയ തോതിൽ ടോർച്ചർ ചെയ്യും. ആ ടോർച്ചർ ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ തന്നെ കണ്ടത്. ടോർച്ചർ ചെയ്യും ആൻഡ് കിൽ യു ഇൻ ദ മോസ്റ്റ് ബ്രൂട്ടൽ വേ പോസിബിൾ ആൻഡ് ബിഹെഡ് യു എന്നാണ്. അതായത് സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ടോർച്ചർ ഉണ്ടാകും, കൂടാതെ നിങ്ങളുടെ തലവെട്ടി എടുക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. യുവർ ഹെഡ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദ പബ്ലിക് ഫോർ ദ കേരള
പബ്ലിക് ടു സ്പിറ്റ് ഓൺ, അതായത് നിങ്ങളുടെ തല അവിടെ പ്രദർശിപ്പിക്കും. അതിൻ്റെ ചിത്രമാണ് രണ്ടാമത് കണ്ടത്. ആദ്യം കണ്ടത് ആ ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് തുപ്പാം എന്നുള്ളതാണ് പറഞ്ഞേക്കണം. പക്ഷെ അതൊരു വലിയ ഗിഫ്റ്റ് ബോക്സിനകത്തൊക്കെ വെച്ചേക്കുന്ന പോലെയുള്ള ചിത്രമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിൽ ചോര കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ചാർജ് ചെയ്തതിൻ്റെ പുറത്ത് നടപടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസായി കൃത്യമായിട്ട് തന്നെ കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിലെ മുഴുവൻ ഡീറ്റെയിൽസൊന്നും ഞാൻ വായിക്കുന്നില്ല, കാരണം അതിൽ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ഞാൻ വായിക്കുന്നില്ല. പക്ഷേ ഇതിൽ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ കണ്ടൻസ് FIRയുടെ ഉള്ളടക്കം ഇതാണ്: പ്രതി തങ്ങൾ ഇന്ത്യയിലെ ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് എന്ന സംഘടനയുടെ യോദ്ധാക്കൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുള്ള അലി ഹുസൈൻ ഖമേനി എന്ന തങ്ങളുടെ നേതാവിനെ ആവലാതിക്കാരൻ പരിഹസിച്ചു എന്ന കാരണത്താൽ ഞങ്ങളുടെ സൈബർ ടീം ആവലാതിക്കാരൻ്റെ വീടിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള ഞങ്ങളുടെ യോദ്ധാക്കൾ, അവർ യോദ്ധാക്കളാണ് കേട്ടോ, അവർ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യോദ്ധാക്കൾ എന്നല്ല വായിക്കേണ്ടത്, പകരം ഈ പറയുന്ന പോലെ എന്താണ് സാമൂഹ്യ വിരുദ്ധർ എന്നാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ കൊട്ടേഷൻ ടീം എന്നാണ് വായിക്കേണ്ടത്. ആവലാതിക്കാരൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള യോദ്ധാക്കൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നും ശരിയായ നിയമപ്രകാരം തങ്ങളുടെ യോദ്ധാക്കൾ ആവലാതിക്കാരനെ മൃഗീയമായി പീഡിപ്പിച്ച് കഴുത്തറുത്തു കൊന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണുന്നതിനും തുപ്പുന്നതിനുമായി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുമെന്ന ഭീഷണി സന്ദേശത്തോടൊപ്പം ആവലാതിക്കാരനെ മൃഗീയമായി പീഡിപ്പിക്കുന്നതിൻ്റെയും ആവലാതിക്കാരൻ്റെ തലയറുത്ത് പൊതുസമക്ഷം പ്രദർശിപ്പിക്കുന്നതിൻ്റെയും ഗ്രാഫിക് ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഈ പറയുന്ന ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് എന്ന മെയിലിൽ നിന്നും ആവലാതിക്കാരൻ്റെ അൻവർ ഹുസൈൻ്റെ മെയിലിലേക്ക് 3/3/2026 3:44 മണിക്ക് വധഭീഷണി അയച്ച കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അവർ വലിയ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ കൽത്തുറങ്കിലടക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള ചേരിതിരിവുണ്ടാക്കാനും ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവുമായിട്ട് മാത്രമേ എടുക്കാൻ കഴിയൂ. ഇതൊക്കെ നടപ്പിലാക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ 10 വട്ടം ആലോചിക്കണം. കാരണം 2010 ജോസഫ് വാഷ്ടെയൊക്കെ കൈവെട്ടിയത് കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ അന്ന് ആളുകളൊക്കെ ഭയപ്പെട്ടു പോകുമെന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ 2010 ശേഷം വളരെ മോശപ്പെട്ട രീതിയിൽ പോലും വലിയ കടുത്ത വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള ധൈര്യം പലപ്പോഴും ആളുകൾക്ക് കിട്ടുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടൊന്നും ഇത് തടയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള മെയിലുകളും സന്ദേശങ്ങളും ഒക്കെ ഇത് ആരായച്ചാണെന്ന് നമുക്കറിയില്ല, ഇത് അയച്ചതാരാണെന്ന് കണ്ടെത്തേണ്ട കാര്യമുണ്ട്. കാരണം ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വ തീവ്ര അജണ്ടകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിന് വലിയ ദോഷമായി തീരുകയും ചെയ്യുന്ന പരിപാടികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിഫ് ഹുസൈൻ ഇത്രയും കാലം ഈ പറയുന്ന തെരുവത്ത് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ട് പോലും, പല ആളുകളുമായിട്ട് സംവാദം നടത്തിയിട്ട് പോലും, നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ട് പോലും, നിരവധി പ്രോഗ്രാമുകൾ നടത്തിയിട്ട് പോലും കേരളത്തിലെ മുസ്ലിംസിൻ്റെ നമ്പർ കുറയുകയും അവരില്ലാതാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സമുദായത്തിലെ ആ സമൂഹത്തിലെ തന്നെ പല അനാചാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഉണ്ട്. അതിപ്പോൾ സിഖിലുണ്ട്, പാഴ്സിയിലുണ്ട്, ഹിന്ദുക്കളിലൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അതിനോടൊന്നും വളരെ കൃത്യമായി പ്രതികരിക്കാൻ ഇവർക്ക് കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ആളുകളുടെ തലയറുത്തുകൊണ്ട് ഇത് നിർത്തിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് അങ്ങേയറ്റം മൗഢ്യമാണ്. കാരണം അങ്ങനെ അടിച്ചമർത്തിയ എല്ലാ രാജ്യത്തും ഇതിനേക്കാൾ 10 ഇരട്ടി ആളുകൾ കൂടുതലായിട്ട് ഉയർന്നു വന്ന ചരിത്രമാണുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പോകുന്നവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങേയറ്റം കടുത്ത ശിക്ഷ അർഹിക്കുന്നവരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. അത് വോൾട്ടയറിൻ്റെ ഒരു സെയിങ് ആണ്. നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും, ഐ ഡിസപ്രൂവ് ഓഫ് വാട്ട് യു സേ. നിങ്ങൾ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ എൻ്റെ മരണം വരെയും എന്ത് ചെയ്യും, നിങ്ങളോട് പോരാടും എന്ന് പറയുന്നൊരു വാചകമുണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആരിഫ് ഹുസൈൻ തിരുവോത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ തന്നെയാണോ പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ലോജിക്കലാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വിമർശനങ്ങളാണ് എന്ന് തന്നെ ഞാൻ ആലോചിക്കുന്നു. അതുകൊണ്ട് ഒരു കാലത്തും ആരിഫ് ഹുസൈൻ്റെ നിലപാടുകളും എല്ലാ വീഡിയോകളും ഞാൻ കാണാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാണോ ഒന്നും അറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ വോൾട്ടയർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല, പക്ഷെ നിങ്ങൾ പല രീതികളോട് ഒക്കെ വിയോജിപ്പുണ്ടെങ്കിലും, കടുത്ത വിമർശനങ്ങളോടും കടുത്ത ഭാഷയോടുമൊക്കെ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇത് ആരിഫ് ഹുസൈനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് ഇത്തരത്തിലുള്ള ഷിയ വാരിയേഴ്സ് ഒന്നും ഈ പറയുന്ന പോലെ വിലസാൻ വേണ്ടി നോക്കണ്ട എന്നുള്ളതാണ്. അതൊക്കെ ഈ പറയുന്ന പോലെ എന്താണ് മറ്റേ ശരിയാ ലോ അനുസരിച്ച്
തല വെട്ടിവെച്ച് ആളുകൾക്ക് തുപ്പാനുള്ള അവസരം കൊടുക്കുമെന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ തന്നെ ഈ സമൂഹത്തിലെ സ്പർദ്ധയും വിഭാഗീയതയും ഒക്കെ കൂട്ടാൻ മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റും കേരളത്തിൻ്റെ പോലീസും വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. ഇത് പറയുമ്പോൾ ഇതൊക്കെ തമാശയാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സലീം വാസ്തിക് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിങ്ങൾ അറിയേണ്ടത് ഗാസിയാബാദിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വയറ്റിലും കഴുത്തിലുമൊക്കെ കുത്തേറ്റുകൊണ്ട് വീണു പോയത്. വളരെ അദ്ദേഹം വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുമോന്നും പോലും ഇപ്പോഴും ഉറപ്പായിട്ടില്ല. പക്ഷേ അതിൽ 5 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ 2 പേരെ ഇപ്പോൾ ഏതാണ്ട് ഒരു എൻകൗണ്ടർ കില്ലിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ഇത്തരത്തിലുള്ള അതിതീവ്ര നിലപാടുകാരെ നമുക്ക് അകറ്റി നിർത്തുകയും വേണം. നിങ്ങൾക്ക് ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും ജോസഫ് വാഴയൊക്കെ കൈവെട്ടുകയും കാലുവെട്ടി വെക്കുകയും ചെയ്തുകൊണ്ടല്ല. അത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നും ഇന്ത്യ പോലൊരു രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു കാരണവശാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ അടിയന്തിരമായി ഇതിൻ്റെ പുറത്ത് നടപടിയെടുക്കണം. അതിൻ്റെ പുറത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. FIR ഇട്ടിട്ടുണ്ട്. അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.